ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. സായി കൃപ തലമുറകളിലേക്ക്. ഷിർദീശ്വരനോട് കാക്കാ സാഹിബ് പ്രാർത്ഥിച്ചു, എന്റെ മക്കളെയും പേരക്കുട്ടികളെയും എന്നും അങ്ങയുടെ കൃപാവലയത്തിൽ നിർത്തണമേ. പുഞ്ചിരിയോടെ ബാബ തലയാട്ടി. നരസിംഹമൂർത്തി പ്രഹ്ലാദന് കൊടുത്ത വാഗ്ദാനം പോലെ എന്നെ സേവിച്ചതിനാൽ നിന്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള 7 തലമുറകളെ ഞാൻ രക്ഷിക്കും. കുടുംബത്തിൽ ഒരു പുണ്യാത്മാവ് ഉണ്ടായാൽ തലമുറകൾ അതിന്റെ മേന്മ അനുഭവിക്കും. ഗാദിയ കുടുംബത്തിന്റെ ചരിതം ആധുനിക കാലത്ത് ഇതിന് വ്യക്തമായ ഉദാഹരണം. കാക്കാ സാഹിബിന്റെ ചെറുമക്കളായ ഏജ ഗാദിയയും കിഷൻ ഗാദിയയും സായി കൃപാവലയത്തിൽ സുരക്ഷിതരായിരുന്നു എല്ലാ കാലവും. പ്രാരബ്ധം അവരെ പിടികൂടിയപ്പോഴെല്ലാം സായി കൃപ വജ്രായുധമായി മാറി അവരെ രക്ഷിച്ചു. ഗാദിയ കുടുംബം ഭാഗ്യം തേടി കുടിയേറിയത് ഉഗാണ്ടയിലെ കമ്പാലയിൽ. ഏജ ഗാദിയയുടെ അനുജൻ കിഷൻ ഗാദിയ ജനിച്ചതും വളർന്നതും കമ്പാലയിൽ തന്നെ. മെഡിക്കൽ ബിരുദം നേടാൻ അദ്ദേഹം ഗുജറാത്തിലെ ജാംനഗറിലെത്തി. സഹോദരൻ ഗാദിയയിൽ നിന്ന് കിഷൻ ഭഗവാൻ ബാബയെ കുറിച്ച് കേട്ടു. സത്യസായി ബാബ ഷിർദി സായിബാബയുടെ അവതാരമാണെന്നും ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ കിഷന് അതൊന്നും ദഹിച്ചില്ല. ഒരിക്കൽ ഭഗവാൻ ബാബ ഗാദിയയോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സഹോദരനെ കാണാനായി പറഞ്ഞു വിട്ടു. അങ്ങനെ അദ്ദേഹം ജാംനഗറിലെത്തി. സ്വാമി കൊടുത്തുവിട്ട വിഭൂതി സഹോദരന് കൊടുക്കാൻ വേണ്ടി ഒരു വെള്ളിച്ചെപ്പ് വാങ്ങാൻ സ്വർണ്ണക്കടയിൽ കയറി. കൂടെ കൃഷ്ണനും ഉണ്ടായിരുന്നു. അവർ വെള്ളിച്ചെപ്പ് വാങ്ങി വീട്ടിലെത്തി. ചെപ്പ് തുറന്നപ്പോൾ അതിൽ നിറയെ വിഭൂതി. ഗാദിയയ്ക്ക് അത് ഭഗവത് ലീലയെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ കിഷനെ അംഗീകരിക്കാൻ സാധിച്ചില്ല. ഒരുപക്ഷെ സ്വർണ്ണക്കടക്കാരൻ നിറച്ചതായിരിക്കും. തങ്ങൾ സായി ഭക്തരെന്ന് കരുതി കാണും എന്നൊക്കെ കിഷൻ വിശദീകരിച്ചു. അവർ ഉടൻ കടയിൽ തിരിച്ചെത്തി കാര്യങ്ങൾ തിരക്കി. കടക്കാരൻ കട്ടായം പറഞ്ഞു, എനിക്ക് സായിബാബയെ അറിയില്ല. നിങ്ങൾക്ക് വിറ്റ ചെപ്പിൽ ഞാൻ വിഭൂതിയും നിറച്ചിട്ടില്ല. പക്ഷേ ആ വിശദീകരണം കൊണ്ട് കിഷൻ തൃപ്തനായില്ല. കാലം മുന്നോട്ട് പോയി. മെഡിക്കൽ പഠനം തീരാറായി. ആ സമയം കിഷനും കുറച്ചു കൂട്ടുകാരും പുട്ടവർത്തിക്ക് പോയി. അവർ ചിത്രാവതി പുഴയിൽ കുളിച്ചു ദർശനത്തിലെത്തി. സ്വാമി വിദ്യാർത്ഥികളെ അഭിമുഖത്തിന് വിളിച്ചു. ഉടുപ്പിന്റെ കൈ കയറ്റി വെച്ച് ഭഗവാൻ വിഭൂതി സൃഷ്ടിച്ചു നൽകി. കിഷന് മാത്രം കൊടുത്തില്ല. കിഷന് വിഷമമായി. സ്വാമി, എനിക്ക് വിഭൂതി കിട്ടിയില്ല. യുവാവ് വിഷമത്തോടെ പറഞ്ഞു. പുഞ്ചിരിയോടെ സ്വാമി പറഞ്ഞു, ജാംനഗറിൽ വെച്ച് വെള്ളിച്ചെപ്പിൽ നിനക്ക് ഞാൻ വിഭൂതി തന്നിരുന്നുവല്ലോ. കിഷൻ തരിച്ചുപോയി. സ്വാമി തുടർന്നു, ഇനി നിനക്ക് വേറെ തെളിവ് വേണോ? കിഷൻ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ മുറുകെ പിടിച്ചു പറഞ്ഞു, സ്വാമി, അവിടുന്ന് ഈശ്വരൻ തന്നെ. ഇനി എനിക്ക് തെളിവ് വേണ്ട. എന്റെ സംശയമെല്ലാം മാറി. അതോടെ കിഷൻ ഗാദിയ ഭഗവാന്റെ ഉറച്ച ഭക്തനായി. നിരവധി അനുഭവങ്ങൾ ഭഗവാൻ അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഒരിക്കൽ പഠനകാര്യം പറവേ സ്വാമി പറഞ്ഞു, നീ ഗൈനക്കോളജിയിൽ തോൽക്കും. സ്വാമി, അതെനിക്ക് വളരെ എളുപ്പമുള്ള വിഷയമാണ്. അത് ശരി തന്നെ. പക്ഷെ അന്ന് നീ ജപിക്കാതെ അല്ലേ പരീക്ഷ എഴുതാൻ പോയത്? എന്തിന് നീ ജപം മുടക്കി? കിഷൻ വല്ലാതായി. സ്വാമി പറഞ്ഞത് സത്യം തന്നെ. അന്ന് തിരക്ക് മൂലം ജപം ഒഴിവാക്കി. ഭഗവാനോട് തന്നെ രക്ഷിക്കണമെന്ന് അദ്ദേഹം കേണു പ്രാർത്ഥിച്ചു. വിഷമിക്കണ്ട, റിസൾട്ട് വന്നിട്ട് റീവാലുവേഷന് കൊടുക്കുക, സ്വാമി അരുളി. സ്വാമി പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷേ റീവാലുവേഷനിൽ മാർക്ക് കിട്ടി രക്ഷപ്പെടുകയും ചെയ്തു. 1966 അഭിമുഖവേള. ഭഗവാൻ തൃക്കരം ചുഴറ്റി ഒരു വിസിറ്റിംഗ് കാർഡ് സൃഷ്ടിച്ചു. അതിൽ സ്വാമിയുടെ പേര്, വിലാസം എല്ലാം ഉണ്ടായിരുന്നു. അത് കൊടുത്തിട്ട് കിഷനോട് ഭഗവാൻ അരുളി, ഇത് എപ്പോഴും നിന്റെ പോക്കറ്റിൽ ഉണ്ടാവണം, പൂജാമുറിയിലല്ല വേണ്ടത്. അദ്ദേഹം അത് നിധി പോലെ പേഴ്സിൽ വെച്ചു. കിഷൻ ഗാദിയ താമസിയാതെ ആഫ്രിക്കയിലേക്ക് മടങ്ങി. വിവാഹം കഴിഞ്ഞു. മസാക്കയിൽ മെഡിക്കൽ പ്രാക്ടീസ് ആരംഭിച്ചു. 1968 ഭഗവാൻ ആഫ്രിക്കയിലെത്തി. ഗാദിയയുടെ ഗൃഹത്തിൽ എഴുന്നള്ളി. അനൗപചാരിക സംഭാഷണത്തിൽ ഭഗവാൻ മുന്നറിയിപ്പ് പോലെ അരുളി, ഇനി നിങ്ങൾ ഈ രാജ്യത്ത് വസിക്കേണ്ട. നിങ്ങൾ ഇവിടെ താമസിക്കേണ്ട കാലം കഴിഞ്ഞു. ഉടൻ രാജ്യം വിടുക. സ്വത്തുക്കൾ വിറ്റ് ധനം വിദേശത്ത് നിക്ഷേപിക്കുക. ഗാദിയ കുടുംബം അത് കേട്ട് ഞെട്ടി. ദശവത്സരങ്ങളായി താമസിക്കുന്ന സ്ഥലം വിട്ട് എങ്ങനെ പെട്ടെന്ന് പോകും? എവിടെ പോകും? ജനിച്ചതും വളർന്നതും ഇവിടെ. മാതൃരാജ്യം പോലെയാണ് ഈ രാജ്യം. രാജ്യം വിടുക എളുപ്പമായി അവർക്ക് തോന്നിയില്ല. പക്ഷേ കിഷൻ ഉടൻ ഭഗവാൻ പറഞ്ഞതുപോലെ ചെയ്തു. വസ്തുക്കൾ വിറ്റ പണം ലണ്ടനിൽ നിക്ഷേപിച്ചു. 1972 ഇദി അമീൻ പട്ടാള അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുത്തു. ഏകാധിപതിയെ പോലെ ഭരണം തുടങ്ങി. ഏഷ്യക്കാർ 90 ദിവസത്തിനകം രാജ്യം വിട്ടുപോകാൻ ഉഗ്രശാസനം പുറപ്പെടുവിച്ചു. കിഷൻ ഗാദിയ ഉടൻ തന്നെ രാജ്യം വിടാൻ തീരുമാനിച്ചു. മാതാപിതാക്കളെ കൂട്ടാനായി അദ്ദേഹം അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് കാറിൽ പുറപ്പെട്ടു. വഴിയിൽ മെഷീൻ ഗണ്ണുമായി ഒരു ആഫ്രിക്കൻ പട്ടാളക്കാരൻ കാർ തടഞ്ഞു. കാറിൽ ആയുധങ്ങളുണ്ടോ? അയാൾ തിരക്കി. ഇല്ല എന്ന മറുപടി അയാളെ തൃപ്തനാക്കിയില്ല. അയാൾ കാർ പരിശോധിച്ചു. കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ ആക്രോശിച്ചു. കിഷൻ പുറത്തിറങ്ങി. ഭയം കൊണ്ട് ശരീരം വിടച്ചു. കുറ്റിക്കാട്ടിലേക്ക് നടക്കാൻ ഉത്തരവായി.
കിഷൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് താൻ ഡോക്ടറാണെന്നും പോകാൻ അനുവദിക്കണമെന്നും പറഞ്ഞു. അയാൾ തോക്ക് നെഞ്ചിൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, എന്താ നിന്റെ അവസാനത്തെ ആഗ്രഹം? മാതാപിതാക്കളെ കാണണം. ഭയന്നു വിറച്ച് കിഷൻ പറഞ്ഞു, സാധ്യമല്ല, വേണമെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കാം. അയാൾ സിഗരറ്റ് നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ വലിക്കാറില്ല. ഡോക്ടർ വിറച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിൽ അവസാനത്തെ പ്രാർത്ഥന നടത്തിക്കോളൂ, 2 മിനിറ്റ് തരാം. പെട്ടെന്ന് ഭഗവാൻ നൽകിയ വിസിറ്റിംഗ് കാർഡ് ഓർമ്മയിൽ വന്നു. അതെടുത്ത് ഗാദിയ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉടൻ പട്ടാളക്കാരൻ ആ വിസിറ്റിംഗ് കാർഡ് വാങ്ങി നോക്കി. ബാബയ്ക്ക് തൻ്റേതിന് സമാനമായ മുടി കണ്ട് അയാൾ മയത്തിൽ തിരക്കി. ഇത് ഏത് ദൈവമാണ്? അയാൾ കാർഡ് നോക്കി വായിച്ചു. ഭഗവാൻ ശ്രീ സത്യസായി ബാബ, പുട്ടപർത്തി, പെനുകൊണ്ട താലൂക്ക്, അനന്തപുർ ജില്ല. ഉടൻ കാർഡ് തിരികെ കൊടുത്തിട്ട് അയാൾ പറഞ്ഞു, പോ. ഒരു വിധത്തിൽ കിഷൻ വണ്ടിയിൽ കയറി. ഭയന്നിട്ട് കാർ ഓടിക്കാൻ കഴിയുന്നില്ല. പരിചയമുള്ള ഒരു ടാക്സി ഡ്രൈവർ സഹായത്തിനെത്തി. അങ്ങനെ ഗാധിയ മരണമുഖത്തു നിന്നും സായി കൃപയാൽ രക്ഷപ്പെട്ടു. പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് പോവുകയും നല്ല രീതിയിൽ ഒരു ആശുപത്രി തുടങ്ങുകയും ചെയ്തു. 1978 കിഷൻ പർത്തിയിലെത്തി. അഭിമുഖ മുറിയിൽ വെച്ച് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങും മുമ്പേ സ്വാമി പറഞ്ഞു, അന്ന് ഞാൻ നിന്റെ ജീവൻ രക്ഷിച്ചു. പിന്നീട് ഭഗവാൻ പറഞ്ഞു, ആ പട്ടാളക്കാരൻ അതിക്രൂരനായിരുന്നു, മനുഷ്യരെ കൊന്നൊടുക്കുന്നതിൽ രസിക്കുന്നവൻ. പക്ഷേ വിസിറ്റിംഗ് കാർഡിലെ എൻ്റെ ചിത്രം കണ്ടതോടെ അയാളുടെ മനസ്സ് മാറി. അയാൾ എൻ്റെ ഭക്തനെ വിട്ടയച്ചു. പിന്നീട് എൻ്റെ വലിയൊരു ചിത്രം സംഘടിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഒരു ദിവസം പ്രാർത്ഥനയ്ക്കിടയിൽ ഒരു ചിരി കേട്ടു. അയാൾ തിരിഞ്ഞു നോക്കി. മുറിയിൽ ബാബ അയാളെ പർത്തിയിലേക്ക് ക്ഷണിച്ചു. താമസിയാതെ അയാൾ പർത്തിയിൽ വന്നു. സായിനാഥന്റെ ചിത്രദർശനം ഒരു അതിക്രൂരനിൽ വരുത്തിയ പരിവർത്തനം. അതുവഴി തന്നെ ആശ്രയിച്ച ഭക്തന് സംരക്ഷണം. ഓം തത് സത്ത്.